ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ മുറി. ഒരു ഹാളാണ്. ഹാളിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ ഈശോയുടെ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. വലിയ പ്രാർത്ഥനക്കാരനായതുകൊണ്ടല്ല, അറിയാവുന്ന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട്. അന്നേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മുമ്പിലായിരിക്കുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ കരുണയുടെ ഈശോയെ, എൻ്റെ ഔസേപ്പ് പിതാവേ, ക്രൂശിതനായ എൻ്റെ യേശുവപ്പ, പാപികൾക്ക് വേണ്ടി മരിച്ചവനെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ ചേട്ടൻ്റെയും ചേച്ചിമാരുടെ മേലെല്ലാം അങ്ങ് കരുണയായിരിക്കണേ. പരിശുദ്ധ അമ്മേ, അമ്മ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും അമ്മ പരിപാലിക്കണമേ. കരുണയുടെ ഈശോയെ, അങ്ങ് കരുണ കാണിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ മേലും അങ്ങ് കരുണ കാണിക്കണമേ. യേശുവേ പിതാവേ, ഉണ്ണീശോന് വേണ്ടിയിട്ടും പരിശുദ്ധ അമ്മയെ നിന്ദിക്കാതെയും പരിശുദ്ധ അമ്മയെ ചേർത്ത് വെച്ച യേശുവേ പിതാവേ, എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും ജീവിതത്തിൽ ഒറ്റപ്പെടലും അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളെയും രക്തബന്ധത്തിലായിരിക്കുന്ന എല്ലാവരെയും യേശുവേ പിതാവേ ഓർക്കണമേ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അമ്മ ഒരു നാളും കൈവിടിയില്ല. അമ്മയുടെ മധ്യസ്ഥം തേടുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഞാൻ മുകളിലേക്ക് നോക്കിയത് സ്വർഗത്തിലിരിക്കുന്ന ത്രിയേക ദൈവത്തിൽ ആണ്. ത്രിയേകതയോട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പം പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥന കേട്ടു. നിങ്ങൾ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞു. അമ്മേ, ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അമ്മ അറിയുന്നുണ്ടല്ലോ. അമ്മേ, കാനായ കല്യാണ വിരുന്നിന് എല്ലാ കുറവും തിരിച്ചറിഞ്ഞ അമ്മേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൂടുതൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുന്നവർക്ക് പലവിധ പ്രശ്നങ്ങളും രോഗങ്ങളും നടക്കാൻ പറ്റാത്ത അവസ്ഥകളും ഒത്തിരിയേറെ വേദനിക്കുന്നവരും വാടക താമസിക്കുന്നവരും സ്ഥലം വിൽപ്പന നടക്കാൻ പറ്റാത്തവരും വീട്ടിൽ സമാധാനമില്ലാത്തവരും സ്നേഹം ശരിയായിട്ട് കിട്ടാത്തവരും നിരാശ കഴിയുന്നവരും സമാധാനമില്ലാതെ വേദനിക്കുന്നവരും അങ്ങനെയെല്ലാം ഓരോ വ്യക്തികളുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരും മദ്യത്തിന് അടിമത്തിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരും കുഞ്ഞുങ്ങളില്ലാത്തവരും എല്ലാവർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണേ.